സോ IPL-ൻ്റെ 7ാം മത്സരം കടന്നുപോയി. സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് ലക്നൗ സൂപ്പർ ജയൻസ് മത്സരം പലരും പ്രതീക്ഷിക്കാതിരുന്ന ആഗ്രഹിക്കാതിരുന്ന റിസൾട്ടാണ് വന്നിരിക്കുന്നത്. പേഴ്സണലി ഐ എം ഹാപ്പി ബിക്കോസ് ലക്നൗ സൂപ്പർ ജയൻസ് വോൺ ആൻഡ് ദാറ്റ്സ് വൈ IPL ഈസ് നോൺ ആസ് ദ ഇന്ത്യൻ പോസിബിൾ ലീഗ്. ഈ വർഷത്തെ ക്യാച്ച് ഫ്രൈസ് അതുകൊണ്ടാണ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. IPL ഈസ് അൺപ്രഡിക്റ്റബിൾ. ഏത് ടീമിനും ജയിക്കാം. ഏത് കളിക്കളത്തിലുള്ള കളിയിലാണ് കാര്യം, അല്ലാതെ ടീമിൻ്റെ ലൈക്ക് പേപ്പേഴ്സിൽ അവരെങ്ങനെയാണെന്നുള്ളതിലുള്ള കാര്യമെന്ന് ഇന്നലത്തെ മത്സരം ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ കളിയിൽ നിന്ന് നമുക്ക് തെളിയിക്കപ്പെട്ടു. എന്തായാലും ഏറ്റവും മോശം ബോളിംഗ് ലൈനപ്പ് എന്ന് മുദ്ര കുത്തപ്പെട്ട കമൻറ്റേറ്റേഴ്സാലും മറ്റ് വിമർശകരാലും കുത്തപ്പെട്ട ഒരു ടീമിൽ നിന്നാണ് പർപ്പിൾ ക്യാപ്പ് ഹോൾഡർ അതുപോലെ തന്നെ ഓറഞ്ച് ക്യാപ്പ് ഹോൾഡർ കറൻ്റ്ലി വന്നിരിക്കുന്നത്. സോ അത് ലക്നൗവിന് എന്തായാലും നല്ലൊരു കാര്യമായിട്ട് തന്നെ പറയാം. എന്തായാലും പലരുടെയും വായടപ്പിക്കുന്ന ഒരു പ്രകടനം സഞ്ജീവ് ഗോയങ്ക ഓപ്ഷനിൽ നേടിയെടുത്ത ടീമിൽ നിന്നും ഇന്നലത്തെ കളിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പറയുമ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് പോലെയുള്ളൊരു വലിയ പവർ പാക്ഡ് ബാറ്റിംഗ് ലൈനപ്പുള്ള ടീമിനെ 300 അടിക്കും, ഫ്ലാറ്റ് പിച്ചിൽ 300 അടിക്കുമെന്ന് പറയുന്ന ടീമിനെ 200 റൺസിനുള്ളിൽ ഒതുക്കാൻ കഴിഞ്ഞതും ഈ പറഞ്ഞ ബോളിംഗ് ലൈനപ്പ്, അത് വീക്കസ്റ്റ് ബോളിംഗ് ലൈനപ്പിന് കഴിഞ്ഞെങ്കിൽ ദാറ്റ്സ് വെരി അപ്രീഷിയബിൾ. സോ ഐ എം പേഴ്സണലി ഹാപ്പി ഫോർ ലക്നൗ സൂപ്പർ ജയൻസ് ഓൺ ദെയർ വിൻ. ആൻഡ് നിക്കിപ്പി ആൻഡ് മാർഷ്, പരിക്കിൽ കിടക്കുന്ന മാർഷൊക്കെ എന്ത് കാണിക്കാനാണ്? നിക്കിപ്പിനെ പോലത്തെ ഒരു ബാറ്റ്സ്മാനൊക്കെ ഗോൾഡൻ ഡക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കളിക്കാരനാണ്. അയാളൊക്കെ എന്ത് കാണിക്കാനാണെന്ന് പറഞ്ഞതിന് ഒരു മറുപടി ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 മത്സരങ്ങൾ. എന്തായാലും കൊള്ളാം. ഹാപ്പി ഫോർ ദം ടു ഓപ്പൺ ദെയർ സ്കോറിംഗ് അക്കൗണ്ട്. അപ്പോൾ പോയിൻറ്റ്സ് ടേബിളിൽ അവരിപ്പോൾ 2ാം സ്ഥാനത്തേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. സ്പീക്കിംഗ് ഓഫ് 2ാം സ്ഥാനം, 1ാം സ്ഥാനത്ത് കിടക്കുന്ന RCBയുടെയും അതുപോലെ തന്നെ തുല്യ പോയിൻറ്റുമായി നേടിയെടുത്ത് നിൽക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെയും മത്സരമാണ് ഇന്ന് നടക്കുന്നത്. IPL മാച്ച് നമ്പർ 8. അപ്പോൾ കളി നടക്കുന്നത് ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ സ്പിന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പിച്ചാണ്. ഹൈ സ്കോറിംഗ് സൺറൈസേഴ്സ് ടൈപ്പ് ഓഫ് മാച്ച് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും ഒരു ത്രില്ലർ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല ടൈറ്റ് ബോളിങ്, അതുപോലെ തന്നെ എന്താ പറയുക, എഡ്ജ് സീറ്റർ മാച്ച് ആയിരിക്കും. അപ്പോൾ എന്തായാലും ബോളർമാർക്ക് പ്രത്യേകിച്ച് സ്പിന്നർമാർക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്ന 1-2 സ്ഥലങ്ങളിൽ പെടുന്ന ഒന്നാണത്. പിന്നെ മറ്റൊരു കേസ് പറയുമ്പോൾ RCBക്ക് ഇതുവരെ നല്ല റെക്കോർഡല്ല ചെന്നൈയിൽ. അപ്പോൾ 2008 അവർ ജയിച്ചതിന് ശേഷം പിന്നെ അവർ ഇതുവരെ ജയിച്ചിട്ടില്ല. പലരും ട്രോളായിട്ടൊക്കെ പറയുന്നുണ്ട് അന്ന് RCB ലാസ്റ്റ് ടൈം ചെന്നൈയിൽ ജയിച്ചപ്പോൾ ആ സമയത്ത് പാകിസ്ഥാൻ കളിക്കാർ വരെയും IPL കളിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ട്രോൾ. വിച്ച് മീൻസ് 2008 അവർ അവസാനമായിട്ട് ചെന്നൈയിൽ ജയിച്ചിരിക്കുന്നത്. സോ അവസാനമായിട്ടും ആദ്യമായിട്ടും. അപ്പോൾ എന്തായാലും ഈ വർഷം ഇത് ഇന്ത്യൻ പോസിബിൾ ലീഗാണ്. അപ്പോൾ RCBക്ക് ക്യാൻ ദേ ഡു ദ ഇംപോസിബിൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ആസ് യൂഷ്വൽ വി ആർ ദ സൂപ്പർ കിങ്സ് ബ്രോ എന്ന് പറയാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കണം. എന്തായാലും ലൈനപ്പിൽ RCBയുടെ കേസിൽ നോക്കിയാൽ ലയാം ലിവിങ്സ്റ്റൺ ഷുവർ ഷോട്ടാണ്. കാരണം ഒരു സ്പിന്നർ, ആഡഡ് സ്പിന്നർ കൂടിയാണ് പുള്ളി. എന്തായാലും ഉണ്ടാവും. പിന്നെ ടിം ഡേവിഡ് ഉണ്ടാകാം, അതുപോലെ ഫിൽ സാൾട്ട് ഉറപ്പാണ്. 4ാമത്തെ ആൾ ആര് എന്നുള്ളതൊരു ചോദ്യമാണ്. പിന്നെ ഈ കൃണാൽ പാണ്ഡ്യ, സുയാഷ് മുതലായ ഇൻഎക്സ്പീരിയൻസ്ഡ് ബോളേഴ്സാണ് RCBക്ക് ഉള്ളത്. എന്നിരുന്നാലും പിച്ച് അവർക്ക് അനുകൂലമാണ്. ഇന്നത്തെ ദിവസം എന്തും സംഭവിക്കാം. എവറിത്തിങ് ഈസ് പോസിബിൾ. അതിലാണ് നോക്കിക്കാണുന്നത്. പിന്നെ ഈ പറയുന്നത് പോലെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കേസിൽ രവിചന്ദ്രൻ അശ്വിൻ, രവീന്ദ്ര ജഡേജ, അതുപോലെ തന്നെ സച്ചിൻ രവീന്ദ്ര, ഇവരെല്ലാവരും ഉൾപ്പെടുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നൂർ അഹമ്മദും ടീമിലേക്ക് വരാം. അപ്പോൾ എന്തായാലും അവരുടെ ബാറ്റിങ്ങിൽ ഈ പറഞ്ഞ പോലെ ത്രിപാഠി, ധോണി, ജഡേജ, ശിവം ദൂബെയൊക്കെ സ്പിന്നിനെ നല്ല രീതിക്ക് കളിക്കുന്ന ഒരാളാണ്. സോ എന്തായാലും ഇന്നത്തെ കളിയിൽ ഐ വാണ്ട് ബംഗളൂരു ടു വിൻ. പക്ഷേ പോസിബിളി ചെന്നൈ അവരുടെ സ്ട്രീക്ക് നിലനിർത്താൻ സാധ്യതയുള്ളതായിട്ട് ഐ പേഴ്സണലി തിങ്ക്. എന്തായാലും നോക്കാം. പറയുന്ന പോലെ തന്നെ ലോ സ്കോറിംഗ് മാച്ച് ആയിരിക്കും. എന്തായാലും ഇന്ന് ആ ഒരു സ്ട്രീക്ക് എൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കളിയിലേക്ക് നോക്കാം.